അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാനന്ന് ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ളൊരു 4 കൊല്ലം ജയിൽവാസം കഴിഞ്ഞിട്ട് പുറത്തു വന്ന് നിൽക്കണൊരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ പൊതുവിൽ ഞങ്ങളുടെ പഴയ പ്രസ്ഥാനം ഒരു ജന്മിത്വത്തിനെതിരായിട്ടുള്ളൊരു സമരം എന്നുള്ള ഒരു ലൈനിലാണ് വന്നിരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ വന്നതോടുകൂടി ഭരണകൂടം പ്രധാന ശത്രുവായി മാറുന്നു. അതുകൊണ്ട് ജന്മിമാർക്കെതിരായ ആക്രമണം പോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഭരണകൂട സംവിധാനത്തിനെതിരായിട്ടുള്ളൊരു ആക്രമണം എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് വന്നിരുന്നു. അങ്ങനെയാണ് ആദ്യം ഞങ്ങളിവിടെ തൃശ്ശൂർ മതിലകത്തൊരു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് പ്ലാനിട്ടിട്ട് അത് നടക്കാതെ പോയപ്പോൾ ഞാനന്ന് കോഴിക്കോട് ജില്ലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ വേണ്ടത്ര വലിയ നല്ലൊരു സംഘടന ആയിരുന്നില്ല. എങ്കിലും ഞാൻ മുൻകൈയെടുത്ത് ആണ് ഈ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം വളരെ പിന്നീട് പ്രചാരം വന്ന ആ സംഭവം നടക്കാനിടയാകുന്നത്. അപ്പോൾ അതിനുശേഷം ശരിക്കും പോലീസിൻ്റെ ഒരു നിരനായാട്ട് തന്നെയായിരുന്നു മൊത്തത്തിൽ ഇവിടെ. അങ്ങനെയാണ് 3 പ്രധാനപ്പെട്ട കക്കയം ക്യാമ്പ്, എടപ്പള്ളി, ശാസ്തമംഗലം, അങ്ങനെ 3 പോലീസ് ക്യാമ്പുകളും അതിൽ ഏറെക്കുറെ 1500ഓളം നക്സലൈറ്റ് അനുഭവമുള്ള എൻ്റെ പ്രപഞ്ചവും മനുഷ്യൻ എന്നുള്ള പുസ്തകം കയ്യിൽ വെച്ചവരെ പോലും അന്ന് അറസ്റ്റ് ചെയ്ത് അവസ്ഥയുണ്ടായി. അപ്പോൾ അന്ന് അടിയന്തരാവസ്ഥ പിൻവലിക്കില്ല എന്നുള്ളൊരു ധാരണയാണ് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ ഇന്ദിരാഗാന്ധി തീരുമാനിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതോടെ അന്തരീക്ഷം മാറി. പിന്നെയാണ് അങ്ങനെ ആ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ മൊത്തം പീഡനങ്ങളെക്കുറിച്ചൊക്കെയുള്ള കഥകൾ പുറത്തു വരികയും രാജൻ സംഭവം, അങ്ങനെ രാജൻ കേസ്, അങ്ങനെ ഉള്ള ഒരു ഇതിലേക്ക് മാറുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വർഷം കഴിയുമ്പോഴേക്കാണ്. ഞാൻ ട്രിച്ചിയിൽ UP ജയരാജ് എന്ന് പറഞ്ഞൊരു കഥാകൃത്തിൻ്റെ അടുത്ത് പോയ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത് എങ്ങനെയോ പോലീസ് അറിഞ്ഞിട്ടാണ് അറസ്റ്റ് നടക്കുന്നത്. എന്നിട്ട് എന്നെ നേരെ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ശാസ്തമംഗലം ക്യാമ്പ് എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഭീകരമായ മർദ്ദനങ്ങൾ ലഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റുള്ള പല സഖാക്കളും നേരിട്ടത് വളരെ ഭീകരം തന്നെയായിരുന്നു. എൻ്റെ അന്ന് AG's ഓഫീസിൽ ജോലി ചെയ്യുന്നൊരു PT തോമസ് എൻ്റെ കൂടെ അന്ന് ഒരു മാസിക നടത്താനൊക്കെ ഉണ്ടായിരുന്നതാണ്. ആളൊക്കെ ഭീകരമായിട്ടാണത്. കാരണം രഹസ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 ആഴ്ചയൊക്കെ ഭയങ്കരമായിട്ട് അയാൾ മരണപ്രാളത്തിലേക്ക് എത്തിയ കാര്യമൊക്കെ പിന്നീട് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത്ര ഭീകരമായ മർദ്ദനങ്ങൾ കഴിച്ചിട്ടുണ്ട്. എനിക്കത്ര അർത്ഥത്തിലുള്ളൊരു ഭീകരത നേരിടണം. എങ്കിലും മർദ്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. 3-4-5 പേരൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ബോൾ തട്ടണ പോലെ തട്ടി, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അക്കാലത്ത് പൊതുവിലുണ്ടായിരുന്ന പത്ര റിപ്പോർട്ടുകളൊന്നും അനുവദിക്കാത്തൊരു സാഹചര്യം വളരെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ശരിക്കും. അപ്പോൾ അതിനെതിരായിട്ട് പത്രങ്ങളൊക്കെ കൂടിയൊരു അങ്ങനെ എതിരായിട്ട്, അതായത് പത്രങ്ങളുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നു എന്നുള്ള രീതിയിൽ പത്രങ്ങളുടെയൊക്കെ ഒരു പരാതി ഞാനന്നൊരിക്കൽ നമ്മുടെ അന്ന് ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന P. ഗോവിന്ദപിള്ളയുടെ വീട്ടിലെത്തുകയുണ്ടായി. അന്നവിടെ ഇത് വെച്ചിട്ട്. അപ്പോൾ ഗോവിന്ദപിള്ള ഞാൻ ചെന്ന ദിവസം ഈ കരുണാകരൻ വിളിച്ച പത്രാധിപന്മാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകും. എന്നിട്ട് തിരിച്ച ആൾ ഒരു ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് തിരിച്ചു വരണത്. അവരും പറഞ്ഞതെന്ന് വെച്ചാൽ ആരോ ചോദിച്ചു കെ വേണുവിനൊക്കെ അറസ്റ്റ് ചെയ്തോന്ന് കരുണാകരനോട് ചോദിച്ചു. കരുണാകരൻ പറഞ്ഞു വേണുവൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഗോവിന്ദപിള്ളയുടെ വീട്ടിലാണ് ഞാൻ ഇരിക്കണത്. അതാണ് ഗോവിന്ദപിള്ള അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചോളൂ പോകുന്നത്. എനിക്കും അതെ. അത് ശരിക്ക് ഇപ്പോൾ രാജനെ മർദ്ദിക്കുന്നത് കണ്ടതായിട്ട് ഒരു സോമശേഖരൻ, മുരളീകണ്ഠൻ പിള്ളിയൊക്കെ ഞങ്ങളുടെ പഴയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ആളുകൾ അവർ അന്ന് കണ്ടിട്ടുണ്ട്. ശരിക്കും രാജൻ്റെ കരച്ചിൽ കേട്ടിട്ടുണ്ട്. ഏറെക്കുറെ മൃതപ്രായാവസ്ഥയിലെത്തി എന്നുള്ള രീതിയിൽ അവർ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പിടിയില്ല. ആ ബോഡി ആർക്ക് എന്ത് ചെയ്തു എന്നുള്ളത് പോലീസുകാരാണ് എന്തോ ചെയ്തിട്ടുള്ളത്. എവിടെ കൊണ്ടുപോയി കത്തിക്കുകയാണോ, അത് ചെയ്യുകയാണോ, പുഴയിലെറിയുകയാണോ ചെയ്തതെന്നൊന്നും അറിയാൻ കഴിയില്ല. എങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ആർക്കും അതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഒരു അനുഭാവിയായിരുന്നു. അന്നിപ്പോൾ ഈ പറഞ്ഞ മുരളീകണ്ഠൻ പിള്ളി എന്ന് പറഞ്ഞ ആൾ അത് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ് മുരളീകണ്ഠൻ പിള്ളി.
അപ്പം മുരളിയുടെ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ മുരളി അനുഭാവിയാക്കി മാറ്റി മാത്രമാണ് രാജൻ ചെയ്തിരുന്നത്. രാജൻ 1-2 ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിട്ട് ഞാനും കണ്ടിട്ടുണ്ട് രാജനെ. പക്ഷേ ഒട്ടും സജീവമായിരുന്നില്ല. ഒരു പ്രവർത്തകൻ എന്ന് തന്നെ പറയാൻ കഴിയില്ല. ഇതിലേക്ക് എത്തിയ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ സത്യത്തിൽ ഒരു പരാജയമായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ടത് അതോടുകൂടിയാണ് മൊത്തം വലിയൊരു സംഭവമായി മാറുന്നത്. കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പരാജയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 റൈഫിള് തട്ടിയെടുത്തിട്ടാണ് പോരുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും അന്നത്തെ കാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 റൈഫിളൊക്കെ തട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വിജയം തന്നെയാണ്. ആ അർത്ഥത്തിലാണ് അത് രാഷ്ട്രീയമായി പ്രത്യാഘാതം ഉണ്ടാക്കിയത്. അതാണ് അത് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ നരനായാട്ടിലേക്ക് തന്നെ ജയറാം പടിക്കലും കൂട്ടരും നീങ്ങുന്നത് ആ സ്റ്റേഷനാക്രമണം ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതം കൊണ്ട് തന്നെയാണ്. ഇതിന് ശേഷം കേരളത്തിൽ ജനവിധി വ്യത്യസ്തമായിരുന്നു. അതെ, അതാണ് അത് വളരെ അത്ഭുതപ്പെടുന്നത്. കാരണം വെച്ചാൽ അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രി, CPIയുടെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് നിൽക്കുന്നത്. അവർ 69 ആദ്യം വന്നിട്ട് 70 തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് വീണ്ടും ഭൂരിപക്ഷം കിട്ടിയിട്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വന്നിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ് വീണ്ടും അടിയന്തരാവസ്ഥ നടപ്പിലാക്കാനുള്ള ഇത് വരികയും ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ മർദ്ദനങ്ങളും ഇതെല്ലാം നടക്കുന്നത് ശരിക്കും അവരുടെ കീഴിലാണ്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ അവർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി 111 സീറ്റോ മറ്റോ നേടിയിട്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യുന്നു. അത് വലിയ അത്ഭുതം ഉണ്ടാക്കിയൊരു കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളീയ സമൂഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയൊരു ധാരണ കൂടിയാണ്. അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ബൂർഷ്വാ ജനാധിപത്യമാണ്. ബൂർഷ്വാ ജനാധിപത്യം നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമല്ല. അതല്ലാത്തൊരു ജനാധിപത്യം. ഞാൻ പല ബുദ്ധിജീവികളോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളല്ലാത്തൊരു ഈ ബൂർഷ്വാ ജനാധിപത്യം അല്ലാത്തൊരു ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. അവർക്കാർക്കും മറുപടിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ബൂർഷ്വാസിയുടെ ഒരു സാധനമാണ് എന്നുള്ള രീതിയിലുള്ള ധാരണയാണ്. ശരിയായ ജനാധിപത്യത്തിന് വേണ്ടിയുള്ളൊരു സമരമോ അതിൻ്റെ ഒരു ചിന്തയോ ഒന്നും തന്നെ കേരളീയ സമൂഹത്തിലില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ വലിയൊരു ഇതായത്. നാവടക്കൂ പണിയെടുക്കൂ എന്നൊക്കെയുള്ള അന്നത്തെ മുദ്രാവാക്യം കേരളത്തിലന്ന് പൊതുവിൽ ആളുകൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെയിനൊക്കെ ശരിക്കും ഓടുന്നുണ്ട്, ബസ്സൊക്കെ സമയത്തിന് കിട്ടുന്നു, അച്ചടക്കം ഉണ്ടാകുന്നു, ഓഫീസുകളിൽ. അതെ, ഒരു മൊത്തം അച്ചടക്കം ഉണ്ടാവുകയും കാര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ വന്നു. അവിടെ ഞാൻ പറഞ്ഞ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ബോധം. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ സാധാരണക്കാരായ ഗ്രാമീണരാണ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വോട്ട് ചെയ്ത് വലിയൊരു ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ നമ്മൾ വലിയ അഭ്യസ്തരായ ആളുകൾക്ക് പോലും ആ ജനാധിപത്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവുമായി സഹകരിച്ചുകൊണ്ട് പിന്നെ കെ വേണു പ്രവർത്തിച്ചു. പിന്നീട് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അടിസ്ഥാനപരമായി വരുന്നത് പൊതുവിൽ ഈ രാഷ്ട്രീയത്തെ മുഴുവനും ഞാൻ ഉപേക്ഷിക്കുക ചെയ്യുന്നത്. അതായത് നക്സലൈറ്റ് രാഷ്ട്രീയം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം തന്നെ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ഒരു ജനാധിപത്യ പാർട്ടി ആവാൻ കഴിയില്ല എന്നതാണ് ഞാൻ ആ കാലഘട്ടത്തിൽ കുറേ പരീക്ഷണങ്ങൾ പോലെ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സംഘടനയിലൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളൊരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടാക്കാനായിട്ട് അതൊരിക്കലും സാധ്യമല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും തന്നെ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ളൊരു ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരിക്കലും ജനാധിപത്യവൽക്കരിക്കാനാകില്ല എന്നൊരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. ഞാൻ എൻ്റെ രാജിക്കത്ത്, ഞാനെന്നാ നേതൃത്വത്തിൻ്റെ ഇതിൽ നിന്ന് രാജിക്കത്ത് എഴുതുമ്പോൾ അതിൽ ഇത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മൊത്തം ഞാൻ കമ്മ്യൂണിസം എന്നുള്ള ആശയത്തെ തന്നെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യമാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവിക്ക് സാധ്യതയുള്ളതും അടിസ്ഥാനപരമായി നമ്മൾ അംഗീകരിക്കേണ്ടതും. പല രീതിയിലുള്ള ജനാധിപത്യങ്ങളുണ്ടാവാം, എങ്കിൽ തന്നെയും ജനാധിപത്യ പ്രക്രിയയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന ചാലകശക്തി എന്ന രീതിയിലുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നു. കാലത്ത് നടത്തിയ അതിക്രമങ്ങൾ ഒക്കെ അർത്ഥമില്ലാത്തതായിരുന്നു എന്നുള്ള പിന്നീട് വന്ന് നമ്മുടെ ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവം, ലോകത്തിന്റെ പൊതു സ്വഭാവത്തിലുള്ള മാറ്റം കാണിക്കുന്നത്. അത്തരത്തിലുള്ള ആശയങ്ങൾക്കൊന്നും വലിയൊരു നിലനിൽപ്പില്ല, അതിന്റെ പ്രവർത്തന രീതികൾക്ക് നിലനിൽപ്പില്ല എന്നൊന്നും തെളിവായിരുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അതായത് അടിയന്തരാവസ്ഥ പോലെ എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രീകരണം എന്നുള്ളത്
ചരിത്രത്തിൽ നിലനിൽക്കാൻ കഴിയാത്തതാണ്. പല ഫാസിസ്റ്റ് പ്രവണതകൾ ഇപ്പോഴും ഉണ്ട്. സൈനിക ഫാസിസവും കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ മതഫാസിസം പോലുള്ള പ്രവണതകളൊക്കെ ലോകത്തുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഫാസിസത്തിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ളൊരു ജനാധിപത്യ ചാലക ശക്തി തന്നെയാണ് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ പോയെങ്കിൽ പോലും അതിൻ്റെ ചിന്തകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടോ? ഐ മീൻ അതേ സ്വഭാവം അതേ കാറ്റഗറിയിൽ വരുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട്? അത് ഒരു രീതിയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഉള്ള പിണറായി വിജയനെ പോലുള്ള ഒരാൾ ശരിക്കും ഒരു സ്റ്റാലിനിസ്റ്റ് എന്ന് പറയാവുന്ന ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ അതിൽ തന്നെയുള്ള സ്റ്റാലിനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വേച്ഛാധിപത്യ രീതികളാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു പൊതുപ്രവണത നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ കാര്യങ്ങൾ നടത്തിയാൽ മതി, ജനാധിപത്യമൊന്നും ഇവിടെ പ്രശ്നമല്ല എന്ന രീതിയിലുള്ളൊരു പ്രവണതയുണ്ട്. അത് കേരളീയ സമൂഹത്തിൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അച്യുതമേനോനെ പോലെ ഒരാൾക്ക് ഇത് ആ സമയത്ത് രാജൻ്റെ വിഷയത്തിലേക്ക് സ്വീകരിക്കേണ്ടി വന്നൊരു അവസ്ഥ എന്തായിരിക്കും? പിന്നീട് CPI പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ അച്യുതമേനോൻ വളരെ നിസ്സഹായാവസ്ഥയിലായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം ഈശ്വരവാര്യർ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൈമലർത്തുക ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയോട് ചോദിക്കുകയാണ്, കർണാടകയോട് ചോദിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി വേഗം പോലീസ് ഓഫീസറെ ജയറാം മെഡിക്കലിനൊക്കെ ബന്ധിപ്പിച്ച് കൊടുക്കുന്നു. അയാൾ പറഞ്ഞു ഞങ്ങൾ രാജനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല, നിസ്സഹായനായിരുന്നു. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയാത്തൊരു കുടുക്കിപ്പെട്ട പോലെയാണ് അച്യുതാനന്ദൻ്റെ സ്ഥിതി ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥയിൽ പറയുമ്പോൾ ആകെ 2 സംഭവങ്ങളാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കേരളീയ സമൂഹം അടിയന്തരാവസ്ഥയെ സ്വീകരിച്ചു എന്ന് കരുതല്ല. ഒന്ന് കയണ്ണ ആക്രമണം, ഒന്ന് രാജൻ്റെ മരണവും. ഇതിനും അപ്പുറത്തേക്ക് കേരളത്തിൽ അടിയന്തരാവസ്ഥ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ പിന്നീട് നടന്ന സംഭവം? ഏറെക്കുറെ അങ്ങനെ തന്നെ പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ജനാധിപത്യത്തെക്കുറിച്ചുള്ളൊരു കാര്യമായ ധാരണയില്ലാത്തൊരു സമൂഹമാണ് മലയാളി സമൂഹം. അവർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി എന്ന രീതിയിലുള്ളൊരു ചിന്തയുള്ളത്. അതാണ് അതിൻ്റെ ഒരു കാരണം.